بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. യാസീൻ സൂറത്തിലെ 13-ാം ആയത്ത് മുതൽ 16 വരെയാണ് ഞാനിപ്പോൾ ഓതിയത്. 12 വരെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആയത്ത് മുതൽക്കാണ് ഇപ്പോൾ തുടങ്ങുന്നത്. വദരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅൽ മുർസലൂൻ. വദരിബ് നബിയോട് അല്ലാഹ് പറയാണ്, ഈ മുശ്രിക്കീങ്ങൾക്കൊന്നും വിവരിച്ചു കൊടുക്കണം. വദരിബ് നീ വിവരിച്ചു കൊടുക്കുക ലഹും, ഈ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക്, മസലൻ ഉദാഹരണമായിട്ട്, അസ്ഹാബൽ ഖറിയത്തി ആ പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ളൊരു വിവരം അവർക്ക് അറിയിച്ചു കൊടുക്കുക ഉദാഹരണത്തിലൂടെ. ഇത് ജാഅഹൽ മുർസലൂൻ, മുർസലീങ്ങൾ അവർക്ക് വന്ന സമയത്ത്. മുർസലീങ്ങൾ മുർസലീങ്ങൾ അള്ളാഹു അയച്ച ദൂതന്മാരാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണെന്നും ഈസാ നബി അയച്ച പ്രവാചകന്മാരാണെന്നും. ഈ നാട് എന്ന് പറഞ്ഞത് അന്താക്കിയാണ്. റോമാ സാമ്രാജ്യത്തിൽപ്പെട്ട 3ാമത്തെ വലിയ പട്ടണമാണ് അന്താക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വളരെയധികം സത്യനിഷേധത്തിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ ഈസാ നബി വന്നപ്പോൾ ഈസാ നബി അവിടേക്ക് അദ്ദേഹത്തിൻ്റെ 2-3 ദൂതന്മാരെ പറഞ്ഞയച്ചു. ആദ്യം 2 ആളെ പറഞ്ഞയച്ചു, പിന്നെ ഒരാളെയും കൂടി അവരുടെ നിഷേധം ശക്തിയായപ്പോൾ ഒരാളെയും കൂടി അയച്ചിട്ട് ഈ ടീമിനെ ശക്തിപ്പെടുത്തി. അങ്ങനെ 3 ആളായി. അപ്പോൾ അവർ ചെന്നിട്ട് തൗഹീദിനെ പറ്റി പറഞ്ഞു. അള്ളാഹുവിൽ വിശ്വസിക്കണം, നിങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല, അത് ഉപദ്രവിക്കുകയോ ഉപകാരം ചെയ്യുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ചു. അങ്ങനെ ദഅവത്ത് നടത്തിയെങ്കിലും ഇത് അർസൽന ഇലൈഹി മുസ്നൈനി, 2 ആളെ അവരിലേക്ക് നാം അയച്ചു. അള്ളാഹു പറയാണ്, ഇത് അർസൽന, നമ്മൾ അയച്ചു, ഇലൈഹിം അവരിലേക്ക്, ഇസ്നൈനി 2 പേരെ, 2 ദൂതന്മാർ, 2 പ്രവാചകന്മാരെ. ഫകദ്ദബൂഹുമ, അപ്പോൾ അവർ കളവാക്കി നിഷേധിച്ചു തള്ളി ഹുമായി, ഈ 2 പേരെയും. ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരോടും പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവരും പറഞ്ഞു. കഴിഞ്ഞ പ്രവാചകന്മാരോടൊക്കെ ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് ഈ നിലക്കാണ്. നിങ്ങൾ ഞങ്ങളെപ്പോലെ മനുഷ്യരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഒന്നുമില്ല. പ്രവാചകന്മാർ ആണെങ്കിൽ റിസാലത്ത് കൊടുത്ത് അള്ളാഹു അയക്കുകയാണെങ്കിൽ അതുപോലെ മലക്കുകളൊക്കെ ഞങ്ങളിലേക്ക് അയക്കുള്ളൂ, നിങ്ങൾ മനുഷ്യരാണ് ഞങ്ങളെപ്പോലെ എന്ന് മുമ്പുള്ള പ്രവാചകന്മാരോട് ജനങ്ങൾ പ്രതികരിച്ചതുപോലെ അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്.
ഇപ്പോൾ ഈസ നബി ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ റസൂൽ വരുന്നതിൻ്റെ ഒരു 700 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ ഈ സംഭവം നബിയോട് വിവരിച്ചു കൊടുക്കാൻ പറയാം. അപ്പോൾ 700 കൊല്ലത്തിന് ശേഷമാണ് വിവരിച്ചു കൊടുക്കുന്നത്. 1500 കൊല്ലം ഖുർആൻ വന്നിട്ട് നമുക്ക് കിട്ടിയിട്ടും ആയി. അപ്പോൾ എത്ര കൊല്ലമായി? 1700, 2200 കൊല്ലം, ഏകദേശം 2200 കൊല്ലം പഴക്കമുള്ള ഒരു സംഭവമാണ് ഈ ആയത്തുകളിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് രണ്ടാളെ അയച്ചു. കെസബുഹുമ, രണ്ടാളെ അവർ തള്ളിപ്പറഞ്ഞു. അസീസിന, അപ്പോൾ നമ്മൾ അവരെ ശക്തിപ്പെടുത്തി. ബിസാരിച്ച് മൂന്നാമതൊരാളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ 3 ആളാക്കി മാറ്റി ടീം. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു ജനങ്ങളോട്, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും, നിങ്ങളിലേക്കും മുർസലൂന, അയക്കപ്പെട്ട ദൂതന്മാരാണ് എന്നുള്ള വിവരം പറഞ്ഞു. അപ്പോൾ അവർ പ്രതികരിച്ചത് എങ്ങനെയാണ്? കാലു, നേരത്തെ പറഞ്ഞ പോലെ കാലു, അവർ പറഞ്ഞു, മാ അന്തും, നിങ്ങളല്ല, ഇല്ലാ ബശറും മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെയല്ല, മനുഷ്യർ മാത്രമാണ് എന്ന് പറഞ്ഞു. വമാ അൻസല റഹ്മാനു, അള്ളാഹു തആല, റഹ്മാനായ അള്ളാഹു ഇറക്കിയിട്ടില്ല, മിൻ ഷൈഇൻ, ഒരു കാര്യം അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അയച്ചിട്ടില്ല എന്ന് പറയുന്നതിനോട് കൂടെ അങ്ങനെ വല്ല വഹയോ മറ്റോ ഒന്നും ഇറക്കിയിട്ടുമില്ല അള്ളാഹു എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അൻസല റഹ്മാനു, റഹ്മാനായ അള്ളാഹു ഇറക്കിയിട്ടില്ല മിൻ ഷൈഇൻ, ഒന്നും തന്നെ. ഇന്നന്തും, നിങ്ങളല്ല, എല്ലാ തക്ദിബൂൻ, കളവ് പറയുന്നവർ ഒഴികെയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശുദ്ധ കളവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കില്ല, നിങ്ങളിൽ വിശ്വസിക്കുകയില്ല. കാലു, അപ്പോൾ ദൂതന്മാർ പറഞ്ഞു, റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ്, യഅലമു, അവൻ അറിയും, ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഇലൈക്കും, നിങ്ങളിലേക്കുള്ള മുർസലൂൻ, അയക്കപ്പെട്ടവർ തന്നെയാണ്, അയക്കപ്പെട്ട ദൂതന്മാർ തന്നെയാണ് എന്നുള്ളത് അള്ളാഹുവിന് ഞങ്ങളെപ്പറ്റി അറിയാം. വമാ അലൈന, ഞങ്ങൾക്കില്ല, ഇല്ലൽ ബലാഉൽ മുബീൻ, വ്യക്തമായ നിലയിൽ നിങ്ങൾക്ക് ഈ ദൗത്യം എത്തിച്ചു തരിക എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഏത് ഈ ദൗത്യം നിങ്ങൾക്ക് എത്തിച്ചു തരാം. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക, അത് വളരെയധികം സ്വാഗതാർഹമാണ്. അല്ലെങ്കിൽ അള്ളാഹു എന്ത് തീരുമാനം എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്നുള്ളതാണ് അവർ പറയുന്നത്. വമാ അലൈന ഇല്ലൽ ബലാഉൽ മുബീൻ. പ്രവാചകന്മാരെ അയച്ചു, പ്രവാചകന്മാർ അവർ പിന്നെ ഇതിൻ്റെ പ്രബോധന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നത് ഇതേ രീതിയിലുള്ള പ്രതികരിക്കലാകുന്നു. പഴയ കാലം മുതൽ 1,24,000-ഓളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ നിലയ്ക്ക് തള്ളി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് റസൂലിനോട് പറയുന്നത്, റസൂലിനെ വളരെയധികം ആക്രമിച്ച് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ ജനങ്ങൾ, മക്കത്ത്. അപ്പോൾ അതിന് റസൂലിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാലു, അവർ പറഞ്ഞു, ഇന്നാത് തയ്യുന്ന, അപ്പോൾ അവർ പറയണ മറുപടി, വമാഅലൈന ഇല്ലൽ ബലാഉൽ മുബീൻ എന്ന് പ്രവാചകന്മാർ അവരോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്കിത് എത്തിച്ചു തരിക എന്നുള്ള ദൗത്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് അവർ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നത്, കാലു, അവർ പറഞ്ഞു, ഇന്നാ തത്തയ്യർന ബിക്കും, നിങ്ങളിൽ ഞങ്ങൾ അവലക്ഷണം കാണുന്നു. ലയില്ലം എന്തോ, നിങ്ങൾ ഞങ്ങൾ കാണുന്നത് ഒരു ശുഭലക്ഷണമല്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു നിലയ്ക്കും നല്ല കാര്യമല്ല. കാരണം ഞങ്ങളുടെ മതത്തിൽ നന്നായിട്ട് ഇവിടെ ജീവിക്കുകയാണ്, ഞങ്ങൾ വിഗ്രഹാരാധനയും മറ്റുമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ മതം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങളുടെ മതത്തിൽ ചേർന്നെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അത് ശരിയല്ല. അപ്പോൾ ദുസ്സൂചനകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്, ഒരു സുഖമുള്ള കാര്യമല്ല ഞങ്ങൾ കാണുന്നത്, അവലക്ഷണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ലൈലം തന്തഹു, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ, ഈ ദൗത്യത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കണം, നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് ഇല്ലെങ്കിൽ അർജുമന്നക്കും, തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കും.
മാത്രമല്ല വല യമസ്സന്നക്കും നിങ്ങളെ സ്പർശിക്കുകയും ചെയ്യും മിന്ന ഞങ്ങളിൽ നിന്ന് അദാബുൻ അലീം വളരെ വേദനാജനകമായ ശിക്ഷ നിങ്ങളെ സ്പർശിക്കുകയും ചെയ്യും. അദാബുൻ അലീം, അദാബ് ശിക്ഷ, അലീം വേദനാജനകമായ ശിക്ഷ. യമസ്സന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ സ്പർശിക്കും നിങ്ങളെ. ഇല്ല നർജുമന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ എറിഞ്ഞ് ഓടിക്കും നിങ്ങളെ. വല യമസ്സന്ന നിങ്ങളെ വല യമസ്സന്ന തീർച്ചയായും സ്പർശിക്കും നിങ്ങളെ മിന്ന ഞങ്ങളിൽ നിന്ന് അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ. ഇത് അപ്പോൾ ഈ എറിയുന്നതിന് പുറമെ വേദനാജനകമായ ശിക്ഷ എന്ന് പറയുന്നത് എന്താ? എറിഞ്ഞിട്ട് ഇവർ മരിക്കുന്നത് വരെ എറിയും എന്നർത്ഥം. അപ്പോൾ മരണമാണല്ലോ ഏറ്റവും വേദനാജനകമായ അവസാനത്തെ കാര്യം. ആ ഫൈനലായിട്ടുള്ള കാര്യം ഇവർ പ്രായോഗികമാക്കും തന്നെ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലും. പല യമസ്സന്നക്കും പിന്നലീം. അപ്പോൾ ഇതാണ് ഈ 13 മുതൽ 18 വരെയുള്ള ആയത്തുകളുടെ ആശയവും അർത്ഥങ്ങളും. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഇവർ ഇങ്ങനെ പറഞ്ഞു പ്രവാചകന്മാരോട്. അപ്പോൾ പ്രവാചകന്മാരെന്താ പറയുന്നത് നോക്കാം. കാലു, പ്രവാചകന്മാർ പറഞ്ഞു, തായിറുക്കും മാക്കും, നിങ്ങൾ പറഞ്ഞ ഈ അവലക്ഷണം ഉണ്ടല്ലോ അത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അത് നിങ്ങളോട് കൂടെ തന്നെ ഉള്ളത്. ഞങ്ങൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം, അതാണ് വേണ്ടത്. മനുഷ്യൻ നന്നായിട്ട് ജീവിക്കാൻ സന്മാർഗത്തിലാണ് ജീവിക്കേണ്ടത്. സന്മാർഗം ഇതാണ്, നിങ്ങൾ ഇപ്പോൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നതല്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ അവലക്ഷണം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഉള്ളതാണ്. അയിൻ ദുഃഖിർത്തും, നിങ്ങളോട് ഇങ്ങനെ ഉത്ബോധനം നടത്തപ്പെട്ടാൽ, ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ ഇതാണോ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്? നിങ്ങൾ ഇങ്ങനെയുള്ള നിലപാടല്ലേ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അവലക്ഷണം നിങ്ങളോട് കൂടെ തന്നെയാണ്. ബൽ എന്നല്ല, അന്തും ഖൗമുൻ മുസ്രിഫൂൻ, അന്തും നിങ്ങൾ, ഖൗമുൻ മുസ്രിഫൂൻ അതിര് വിട്ട് കടന്ന ജനതയാണ്. ഖൗമ് ജനത, മുസ്രിഫൂൻ അതിര് വിട്ട് കടന്ന ജനത. അപ്പോൾ ഇവരുടെ വാക്കുകളെല്ലാം നെഗറ്റീവായിട്ടുള്ളതാണ്. പ്രവാചകന്മാരെ തള്ളിപ്പറയുക, അവരെ പരിഹസിക്കുക. അവർ പ്രവാചകന്മാരൊന്നുമല്ല, അങ്ങനെ വഹിയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഇത് ഈ അന്താക്കിയക്കാരുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്തൊക്കെ പറഞ്ഞിരുന്നത് അതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുഭവമുള്ള കാര്യമാണ്. ഇത് ആരിൽ നിന്ന്? മക്കക്കാരിൽ നിന്ന്, ആ ഖുറൈശികളിൽ നിന്ന്, വിഗ്രഹാരാധകരിൽ നിന്ന് റസൂലിന് അനുഭവമുണ്ട്. അത് ഇങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു നബിക്ക് വിവരിച്ചു കൊടുക്കുക. ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറയാം. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മദീനത്തിൽ, പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട്. റജുലുൻ, ഒരു പുരുഷൻ, ഒരാൾ വരിക. വന്നിട്ട് വന്നു മിൻ മദീനത്തി, പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് റജുലുൻ, ഒരു പുരുഷൻ. അദ്ദേഹം ഓടി വരിക, അദ്ദേഹം ധൃതിയിൽ വരികയാണ്. അങ്ങനെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ കൗമി, എൻ്റെ ജനങ്ങളെ, ഇത്തബിയൂ, നിങ്ങൾ പിൻപറ്റണം, അൽ മുർസലീന, ഈ വന്നിട്ടുള്ള പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റണം. അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ അവർ പറഞ്ഞ ആ പ്രബോധനത്തിൽ, ആ ഉത്ബോധനത്തിൽ ഉത്ബോധനം നിങ്ങൾ സ്വീകരിച്ച് ശരിയായ മതത്തിലേക്ക് നിങ്ങൾ വരണം. തൗഹീദിൽ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹു ഏകനാണ്, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം. നിങ്ങളുടെ വിഗ്രഹാരാധന നിങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞ ഈ പ്രവാചകന്മാരെ നിങ്ങൾ ഒഴിവാക്കരുത്, അവരെ സ്വീകരിക്കുക, അവരോട് പിൻപറ്റുക. മാത്രമല്ല ഇത്തബിയോ, നിങ്ങൾ പിൻപറ്റുക തന്നെ വേണം. അലുക്കും അജുരാൻ വഹും മുഹത്തത്, ഇത്തബിയോ നിങ്ങൾ പിൻപറ്റുക തന്നെ വേണം. അല്ലായസ്വലുക്കും, നിങ്ങളോട് ആവശ്യപ്പെടാതെ ചോദിച്ചു
ചോദിക്കാത്ത ആളുകളോട്, ചോദിക്കാത്തവരാണല്ലോ ഇവർ, ഒന്നും ഒരു പ്രതിഫലം ചോദിക്കുന്നില്ല. അജ്റൻ, ഒരു പ്രതിഫലം ചോദിക്കാത്ത ഈ മുർസലീങ്ങളോട് നിങ്ങൾ പിൻപറ്റണം. രണ്ടാം പ്രാവശ്യം പറഞ്ഞ് ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. മൻ, ചിലരെ, ആ ചിലർ ആരാണ്? ലാ യസ്അലുക്കും, നിങ്ങളോട് അവർ ആവശ്യപ്പെടുന്നില്ല, ചോദിക്കുന്നില്ല അജ്റൻ, എന്തെങ്കിലും പ്രതിഫലം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൂതന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് വല്ല പ്രതിഫലം ആവശ്യപ്പെടുന്നുണ്ടോ? ഒന്നും ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ സ്വീകരിച്ചാൽ മാത്രം മതി, അവരോട് പിൻപറ്റിയാൽ മാത്രം മതി, പറയുന്ന കാര്യങ്ങളും അംഗീകരിച്ച് ശരിയായ തൗഹീദിലേക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് ഈ ആൾ വന്നിട്ട് പറയാം. വഹും മുഹ്തദൂൻ, അവരാണെങ്കിലോ, ഈ പ്രവാചകന്മാരാണെങ്കിലോ, ഈ പുരുഷൻ വന്നിട്ട് പറയുന്ന കാര്യം അവസാനിച്ചിട്ടാക്കാം. വഹും മുഹ്തദൂൻ എന്നും കൂട്ടി പറയുന്നു. വഹും മുഹ്തദൂൻ, അവരാണെങ്കിൽ സന്മാർഗം ലഭിച്ച ആളുകളാണ് പ്രവാചകന്മാർ. അപ്പോൾ അവർ ഒന്നും തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. മാത്രമല്ല വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ, അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയാം. ഇത് അവരോട് പറഞ്ഞതല്ല. വമാലിയ, എനിക്ക് എന്ത് പറ്റി? ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ലല്ലോ, അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിന്, വഇലൈഹി, അവരിലേക്കാണ് നിങ്ങളെല്ലാവരെയും മടക്കപ്പെടുക, തുർജഊൻ, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഞാൻ വഴിപ്പെടുന്നില്ലല്ലോ, വഇലൈഹി, അവനിലേക്കാണ് തുർജഊന, നിങ്ങളെല്ലാവരെയും മടക്കപ്പെടുന്നത്, എല്ലാ മനുഷ്യരും മടക്കപ്പെടുന്നത്, ഞാനടക്കമുള്ള എല്ലാവരെയും അള്ളാഹുവിലേക്കാണ് അവസാനം മടങ്ങിയിട്ടില്ല. ഇങ്ങനത്തെ അള്ളാഹുവിനെ ഞാൻ വഴിപ്പെടുന്നില്ല. അത് വലിയൊരു കഷ്ടം തന്നെ. എന്തെനിക്ക് പറ്റി എന്നുള്ളതാണ് പറയണത്. അത്തഖിദു മിൻ ദൂനിഹി, മാത്രമല്ല ഇതും കൂടി അദ്ദേഹം പറയാം. അത്തഖിദു മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ ഞാൻ സ്വീകരിക്കുന്നു ആലിഹത്തൻ, ദൈവങ്ങളെ. അള്ളാഹു ഏകനായ ഇലാഹാണ്. ആ ഇലാഹിനെ കൂടാതെ വേറുള്ള കുറേ ഇലാഹുകളെ, കല്ലിനെയും മറ്റും, കല്ലിനുണ്ടോ വല്ല ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യാനോ കഴിവ്? ഒരു കഴിവുമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാനും കല്ലുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കപ്പെട്ട സാധനമാണല്ലോ. അതിനൊന്നും ഒരു കഴിവുമില്ല. അങ്ങനെ കഴിവില്ലാത്ത ചില ഇലാഹുകളെ ഞാൻ സ്വീകരിക്കുകയാണോ? ഈ ഒരു ദിനം റഹ്മാനായ അള്ളാഹു ഉദ്ദേശിച്ചാൽ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റഹ്മാനായ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് നമ്മൾ റഹ്മാനായ അള്ളാഹു, റഹീമായ അള്ളാഹു, ഖാലിഖായ അള്ളാഹു, റാസിഖായ അള്ളാഹു എന്നൊക്കെ പറയും. ഈ പേരുകളൊക്കെ, റഹ്മാൻ എന്നതുൾപ്പെടെ ഉള്ള ഈ പേരുകളൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞിട്ട്, നല്ല പേരുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്, 99 പേര്. അതിൽപ്പെട്ട ഒരു പേരാണ് റഹ്മാൻ എന്നുള്ളത്. പരലോകത്ത് വെച്ച് റഹ്മാനും റഹീമും, ദുന്യാവിലെ എല്ലാവർക്കും അള്ളാഹു ഗുണം ചെയ്യും. അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും അള്ളാഹു സൃഷ്ടിച്ചതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അള്ളാഹു സൃഷ്ടിച്ച സാധനങ്ങൾക്ക് അള്ളാഹ് തന്നെ ഭക്ഷണം കൊടുക്കുന്നത്, വേറൊരാളുമല്ല. അപ്പോൾ ഇങ്ങനെ റഹ്മാനായ അള്ളാഹു എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ എല്ലാവർക്കും ഗുണം ചെയ്യുക. അതെല്ലാം മുസ്ലിമോ കാഫിറോ വേറെ ഒരു വ്യത്യാസമില്ല. അള്ളാഹു ഇവിടെ ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവാണ് അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതും, അവൻ്റെ അതിലെത്തിക്കഴിഞ്ഞാൽ അവനെ മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അതുവരെ അവന് വെള്ളം കൊടുക്കുന്നതും എയർ കൊടുക്കുന്നതും ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള വായു നൽകുന്നതും ഒക്കെ അള്ളയാണ്. അത് ഇവിടെയുള്ള ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ അള്ളാഹുവാണ്
ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന അള്ളാഹുവിന് പറയുന്ന നാമമാണ് റഹ്മാൻ എന്നുള്ളത്. ഒരു വ്യത്യാസമില്ലാതെ പിന്നെ എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഗുണം കിട്ടുന്നതിൽ പലർക്കും പല വ്യത്യാസങ്ങളും ഉണ്ടാവും. എന്നല്ലാതെ ആരും ഇവിടെ ഭക്ഷണം കിട്ടാതെ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോണ ആളുകൾ ഉണ്ടാവില്ല. ഭക്ഷണം കിട്ടാതെ വിശന്ന് പറയുന്നവരുണ്ടാവും, പക്ഷെ അതുകൊണ്ട് മരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള റഹ്മാനായ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണം നമുക്ക് എന്ന് ഉദ്ദേശിച്ചാൽ ലാ തുഹിനി ഉപകാരപ്പെടൂല അന്നി എന്നെ തൊട്ട് ഷഫായത്തും അവരുടെ ഷഫായത്ത്, ഈ ദൈവങ്ങളുടെ ഷഫായത്ത് ചെയ്യാൻ ഒരു കാര്യത്തിനും ഉപകാരപ്പെടില്ല. അള്ളാഹു വിചാരിക്കുകയാണ് ഇവരുടെ ദൈവങ്ങളൊരു ഭാഗത്തുണ്ട്. റഹ്മാനായ അള്ളാഹു ഈ പുരുഷൻ, ഈ വന്ന മനുഷ്യൻ പറയണം, ഉദ്ദേശിക്കുകയാണ് മനസ്സിൽ, റഹ്മാനായ അള്ളാഹു എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉദ്ദേശിച്ചാൽ അത് ഇവരുടെ ശഫാഅത്ത് മൂലം ഇല്ലാതാകുന്ന കാര്യമല്ല. വല യുങ്കിദൂൻ, അവർക്ക് എന്നെ രക്ഷപ്പെടുത്താനും കഴിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ചിന്താഗതിയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ആ സമയത്ത് വിശ്വസിച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ വിശ്വസിച്ചിട്ടില്ല പ്രവാചകന്മാരെ ഇദ്ദേഹം കണ്ട് മനസ്സിലാക്കി അവരോട് ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, നേരിൽ സംസാരിച്ചു. അങ്ങനെയാണ് പ്രവാചകന്മാരെ പറ്റി അദ്ദേഹത്തിന് വിവരം കിട്ടുന്നത്. വിവരം കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം അവിടുന്ന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഇവിടെ പട്ടണത്തിൽ എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അവിടുന്ന് ഓടി വരിക, എന്നിട്ട് അവരുമായി ബന്ധപ്പെട്ടു സംസാരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, അവരെ ഉപദേശിക്കുന്നത്, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റണം. അപ്പം അദ്ദേഹം അതുവരെ ഇവരിൽ വിശ്വസിച്ചിട്ടില്ല. ഇവർ വിശ്വസിച്ച സന്ദർഭം എടുത്ത് പറയും, അടുത്ത ആയത്തിൽ പറയും എപ്പോഴാണ് ഇവർ വിശ്വസിച്ചത് എന്നുള്ളത്. എന്നാൽ ഈ മനുഷ്യൻ ആരായിരുന്നു? ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ആവശ്യമല്ല. മനുഷ്യൻ ഹബീബുൽ നജ്ജാർ എന്ന് പറയുന്ന യാസീൻ സൂറത്തിലെ ഹബീബുൽ നജ്ജാറാണ് ഈ മനുഷ്യൻ. യാസീൻ സൂറത്തിൽ അല്ലാഹു വിവരിച്ച ഹബീബുൽ നജ്ജാർ, ഇദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹം നെയ്ത്തുകാരനാണ്. പിന്നെ പട്ടണത്തിൽ നിന്ന് മാറിയിട്ട് കുറെ അകലെയാണ് വീട്. അതാണ് മിൻ അഖ്സൽ മദീനത്തി എന്ന് പറഞ്ഞത്. പിന്നെ ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ കുഷ്ഠരോഗം ബാധിച്ചിട്ടുണ്ട്. അത് കുറച്ചു കാലമായി. ഇദ്ദേഹം 70 വർഷമായിട്ട് വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളാണ്. വിഗ്രഹത്തെ ആരാധിക്കുക മാത്രമല്ല, അവരുമായിട്ട് വളരെയധികം കെട്ടുപാടുള്ള മനുഷ്യനാണ്. ഈ ഭജനമിരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അന്നലക്കുള്ള ആളായിരുന്നു. ഒരു പൂജാരി ക്ഷേത്രത്തിൽ എങ്ങനെയാണോ അതിനും അപ്പുറമായിരുന്നു അസ്നാമുമായിട്ടുള്ള ബന്ധം, വിഗ്രഹങ്ങളും ആയിട്ടുള്ള ഈ ആരാധനാ ബന്ധം ഇദ്ദേഹത്തിന്. അവരോട് പ്രാർത്ഥിക്കും, എന്തെങ്കിലും ഗുണം കിട്ടിയെങ്കിലോ എന്ന് വെച്ചിട്ട് അദ്ദേഹം ഇക്കാലം അത്രയും പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ രോഗത്തിനൊരു ശമനം ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ പ്രവാചകന്മാർ വന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് ഓടി വരുന്നു, ഈ ജനങ്ങളോട് പ്രവാചകന്മാരെ പറ്റി ഉപദേശിക്കുന്നു, ഉപദേശം സ്വീകരിക്കാൻ പറയുന്നു. ഒരു പ്രതിഫലവും ആവശ്യപ്പെടാത്ത ഈ പ്രവാചകന്മാരെ നിങ്ങൾ അംഗീകരിക്കണം, അവർ പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നു. എന്നല്ലാതെ ഞാൻ മറ്റു ദൈവങ്ങളെ സ്വീകരിക്കുന്നത് വലിയ അക്രമമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ഒരുവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ഈ വിഗ്രഹങ്ങൾക്ക് കഴിയില്ല. എന്നെ രക്ഷപ്പെടുത്താനും വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിയില്ല എന്നുള്ള ഉറച്ചുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഈ പ്രവാചകന്മാരുമായിട്ട് സംസാരിച്ചു. പ്രവാചകന്മാർ അദ്ദേഹത്തെ ഉപദേശിച്ചു എന്ത് വിശ്വസിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും തെളിവുകൾ തരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അൽമിനായത്തിൻ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞു, എൻ്റെ സൂക്കടുമാറാണോ, എൻ്റെ സൂക്കട് മാറ്റിത്തരാൻ കഴിയുമോ, മറ്റെന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഏകനായ അള്ളാഹുവിൽ
വിശ്വസിക്കുന്നവരെ നിങ്ങളെ വിശ്വസിക്കാനാണ് ഞങ്ങൾ ഈ ദൗത്യവുമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിക്കണം. അപ്പോഴാണ് ഇവർ ഈ ഹബീബുൻ നജാറും ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ ദൃഷ്ടാന്തം കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങൾ ഞങ്ങളുടെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നിങ്ങളുടെ സൂക്കട് പെട്ടെന്ന് മാറ്റിത്തരാം. അതാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാറുള്ളത്. അതനുസരിച്ച് ഇവർ ദുആ ചെയ്തു. ആരെ? ഹബീബുൻ നജാർ സമ്മതിച്ചു. ഹബീബുൻ നജാർ സമ്മതിച്ചിട്ട് ഈ പ്രവാചകന്മാർ ദുആ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൂക്കട് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മാറുകയാണ്. അത് അനുഭവപ്പെട്ടു. ആർക്ക്? ഹബീബുൻ നജാറിന്. ഹബീബുൻ നജാർ നല്ലൊരു സ്വാലിഹായ മനുഷ്യനായി തീർന്നു. അവരിൽ വിശ്വസിച്ചു, ഇസ്ലാമിൽ വിശ്വസിച്ചു. അതനുസരിച്ച് അദ്ദേഹം പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഇത് അദ്ദേഹം വിശ്വസിച്ച കാര്യമൊന്നും ആളുകളെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ പറയാണ് എന്ത്? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുർസലീന ഇത്തബിയുൽ മല്ലായസലക്കും മുർത്തദൂൻ ഒമാലിയല ആബുദുല്ലദി ഫത്തറനി ഇലൈഹി തുർജഊൻ അത്തഖിദു മിൻ ദൂനിഹി ആലിഹത്തൻ യുരിദൂന റഹ്മാന ബിദുർരില്ലാ തുഗ്നി അന്നി ശഫാഅത്തുൻ ശൈഉൻ ലാ യുംലദൂൻ. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ ഇതും കൂടെ പറഞ്ഞു. എന്തെന്ന്? ഇന്നീ ഇതല്ല ഫീ ളലാലിൻ മുബീൻ. അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ, എങ്ങനെ? വേറെ ഇലാഹുകളെ, അള്ളാഹുവിനെ കൂടാതെ വേറെ ഇലാഹുകളെ ഞാൻ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഞാൻ അപ്പോൾ ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാണ്, ഒരു സംശയമില്ല ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണ തീർച്ചയായും ഞാൻ ആമന്തു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, റബ്ബിക്കും നിങ്ങളുടെ റബ്ബിനെ കൊണ്ട്, ഫസ്മഊൻ, ജനങ്ങളെ ഇത് നിങ്ങൾ കേൾക്കണം. ആമന്തു റബ്ബിക്കും ഫസ്മഊൻ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞോടുകൂടി അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തന്നെ വളരെയധികം ദീനിനോട് വളരെയധികം ഈ പ്രവാചകന്മാരുടെ വാക്കിനോടും ഇയാളുടെ വാക്കുകളോടും ഉപദേശത്തോടൊക്കെ വളരെ എതിർപ്പുള്ള ആളുകളാണ് അവിടെ കൂടിയിരിക്കുന്നത്. അതിലൊരുത്തൻ ഇയാളുടെ മേൽ ചാടി വീഴാണ്. അത് ഹബീബുൻ നജാറിൻ്റെ മേൽ ചാടി വീണുകൊണ്ട് അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടി. അങ്ങനെ അവസാനം ഹബീബുൻ നജാർ ലോകത്തോട് വിട പറയുകയാണ്. ഇത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സംഭവിച്ചു. അപ്പോൾ ഇത് പറഞ്ഞ ഉടനെയാണ് ഇങ്ങനെ പറയുന്നത്, ഇന്നീ ആമന്തു റബ്ബിക്കും ഫസ്മഊൻ. അപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹം മരിച്ച ഉടനെ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു. ഹബീബുൻ നജാർ അദ്ദേഹത്തോട് പറയപ്പെടുകയാണ്, എവിടുന്നാ ഈ പിന്നെ വാക്കുകൾ വരുന്നത്? അള്ളാഹുവിൽ നിന്ന്. ഉദ്ഖുലിൽ ജന്നത്ത, നീ സ്വർഗത്തിൽ കടന്നോ. ഹബീബുൻ നജാർ, നീ സ്വർഗത്തിൽ കടക്ക്. നീ അനുഷ്ഠിച്ച ഈ ത്യാഗങ്ങൾക്ക് പ്രതിഫലമായിട്ട് നിനക്ക് സ്വർഗമുള്ളത്, സ്വർഗത്തിൽ കടന്നു താല. അപ്പോൾ ഹബീബുൻ നജാർ പറയാം, ഈ ഒരൊറ്റ വാക്ക് അള്ളാഹുവിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ കടന്നു. അവിടുന്ന് സ്വർഗത്തിലെ പിന്നെ ഭക്ഷണവും മറ്റുള്ളതും അദ്ദേഹം ആസ്വദിക്കുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അദ്ദേഹം കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അങ്ങനെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നു, ജനങ്ങളെ പറ്റിയുള്ള തോന്നൽ. ഇവർ ശത്രുക്കളാണ്, എന്നെ കൊന്ന ആളെന്നുള്ള ശത്രുവിൻ്റെ ചിന്താഗതിയൊന്നും അപ്പോൾ ഹബീബുൻ നജാറിനില്ല. എൻ്റെ കൗമ് എന്നുള്ള തോന്നലാണ്, എൻ്റെ ആളുകൾ. എന്നിട്ട് പറഞ്ഞത് എന്താ? കാല ഹബീബുൻ നജാർ പറഞ്ഞു, യാ ലൈത ഖൗമി, എൻ്റെ ആളുകൾ ആയെങ്കിൽ നന്നായിരുന്നു, യഅലമൂന, എനിക്ക് സംഭവിച്ച ഈ
എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു വ്യാമോഹിക്കല്ലേ. ഉണ്ടാകാത്ത കാര്യത്തെപ്പറ്റിയാണ്. ലയിത്ത കൊണ്ട് വാചകം ഉണ്ടാക്കുമ്പോൾ ലയിത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം വരിക. യാ ലയിത്ത കൗമി, എൻ്റെ ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എന്ന് ഞാൻ വ്യാമോഹിക്കുന്നു. വ്യാമോഹമാണ്, ആഗ്രഹമല്ല. അത് ഉണ്ടാവാത്ത കാര്യമാണ്. കാരണം ആഖിറത്തിൽ നടക്കുന്ന കാര്യം ദുന്യാവിലേക്ക് അറിയില്ലല്ലോ. ദുന്യാവിൽ അറിയില്ല. അതുപോലെ ബർസഖിൽ നടക്കുന്ന കാര്യം, ദുന്യാവും ബർസഖും ആഖിറും, ഇങ്ങനെ 3 ലോകമുള്ളത്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിയുന്ന ജീവിതം, ജീവിച്ചു വരുന്ന ആ ദുന്യാവ് തന്നെ. പിന്നെ ഇതിന് ശേഷം മരിച്ചാൽ ആദ്യം ചെല്ലുന്നത് ബർസഖിലേക്കാണ്. ബർസഖാണ് ഖബർ ജീവിതം, ബർസഖിലാണ്. അപ്പോൾ ആ ഖബർ ജീവിതത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അറിയില്ല. അവിടെ ഖബർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ മണ്ണിൽ ഒരു കുഴി കുത്തിയിട്ട് അതാണ് ഖബർ. അവിടെ ഇത്ര അകലുള്ളതൊന്നുമല്ല, അകലായിട്ടല്ല അതറിയാത്തത്. ബർസഖ് അള്ളാഹുവിൽ നിന്ന്, അള്ളാഹു ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മനുഷ്യൻ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊത്, അങ്ങനെ സൂറിൽ ഊതുമ്പോൾ രണ്ടാമത്തെ ഊത്ത് അല്ലെങ്കിൽ മൂന്നാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും, ഖബറിൽ ജീവിക്കുന്ന ആളുകളെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് ഓടുകയാവും. ഇദാഹും യൻസിലൂന്ന. അപ്പോൾ ആര് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് ചോദിച്ചിട്ടാണ് ഇദാഹും ഇലാ റബ്ബിഹിം യൻസിലൂൻ, പടച്ചവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഇങ്ങനെ ഈ ബർസഖും ദുന്യാവും, ബർസഖും ആഖിറത്തും, ഈ 2 ലോകത്തും നടക്കുന്ന കാര്യം ഒന്നും ദുന്യാവിൽ അറിയില്ല, ഒരു നിലക്കും അറിയില്ല. എത്ര കാലമായി ആളുകൾ മരിക്കാൻ തുടങ്ങിയിട്ട്? മരിച്ചതിൻ്റെ ശേഷമുള്ള വല്ല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും, മരിക്കാത്തവർക്ക് അറിയാൻ പറ്റും? ഒന്നും അറിയില്ല. പിന്നെ അപ്പോൾ മരിച്ചവർക്ക് ഖബറിൽ, പിന്നെ അത് വേറെ വിഷയങ്ങളാണ്. ഖബറിൽ ജീവൻ നൽകപ്പെടും, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നൊക്കെ നമുക്ക് ആയത്തും ഹദീസും കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അറിയപ്പെട്ടതെന്നല്ലാതെ നേരിൽ നമുക്കൊന്നും അറിയാൻ കഴിയില്ല. ആഖിറത്തിലെ കാര്യവും ദുന്യാവിലെ കാര്യവും, ആഖിറത്തിലെ കാര്യവും ബർസഖിലെ കാര്യവും അറിയാൻ പറ്റില്ല. അതുപോലെ അപ്പോൾ അതിൻ്റെ ഉള്ള വാചകമാണ് ഇവിടെ പറഞ്ഞ യാ ലൈത ഖൗമി, എൻ്റെ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ബിമാ ഗഫറ ലി, അള്ളാഹു എനിക്ക് പുറത്തു തന്നതും, വജഅലനി, എന്നെ അവൻ ആക്കിയതിലും, മിനൽ മുക്രമീൻ, ആദരിക്കപ്പെട്ടതിൽ എന്നെ പെടുത്തിയതും എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ വലിയ മുഫസ്സിറാണല്ലോ, റഈസുൽ മുഫസ്സിരീൻ, വ്യാഖ്യാതാക്കളിൽ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും ഉന്നതനാണ് ആര്? ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഈ പിന്നെ ആളുടെ പേരെന്താ പറഞ്ഞ, ഹബീബുൻ നജ്ജാർ ദുന്യാവിൽ വെച്ചിട്ടും ആഖിറത്തിൽ വെച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ ഉപദേശിച്ച ആളാണ്. ദുന്യാവിൽ ഉപദേശിച്ചത് നമ്മൾ നേരത്തെ കേട്ടു. ആഖിറത്തിൽ വെച്ചിട്ട് ഉപദേശിച്ചതോ അത് അള്ളാഹു മുഖേന നമ്മൾക്ക് എത്തി. അള്ളാഹു അത് എത്തിച്ചു തന്നു, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ആഖിറത്തിൽ വെച്ച് നടന്ന കാര്യമായതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് അത് വേണ്ട വിധത്തിൽ അറിയിച്ചു തന്നു. ഇങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുതയുള്ള ആളുകളാണ്, കൊന്നുകളഞ്ഞ ആളുകളാണ്, അവരോടും അദ്ദേഹം വളരെ നല്ല നിലയിൽ പെരുമാറി. അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ഇത് അറിഞ്ഞിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു, വിശ്വാസം തൗഹീദും ഇതൊക്കെ ആയിട്ട് നല്ല നിലയിൽ ജീവിക്കുകയെങ്കിൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം അദ്ദേഹം അവിടെയും പറഞ്ഞു. അത് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചു, നമ്മൾക്ക് അറിയാൻ സാധിച്ചു. യാസീൻ സൂറത്തിലൂടെ അള്ളാഹു പറഞ്ഞു തന്നു. അപ്പോൾ ഖീല, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടന്നു. കാല, അദ്ദേഹം പറയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ആളുകളെ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ബിമാ ഗഫറ ലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു എന്നുള്ളതും,
വജാലനി അവൻ എന്നെ ആക്കി എന്നുള്ളതും മിനൽ മുക്രമീൻ ആദരിക്കപ്പെട്ട ആളുകൾ പലരുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളിൽ എന്നെയും പെടുത്തി എന്നുള്ള കാര്യവും അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹബീബുൻ നജ്ജാറാണ് ഈ മനുഷ്യൻ, പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് ഓടി വന്ന മനുഷ്യൻ. അദ്ദേഹം ഈ ആളുകൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ കുറെ ഉപദേശിച്ചു. അതേപോലെ ആഖിറത്തിലും അദ്ദേഹം ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം നമ്മൾക്കറിയാൻ കഴിഞ്ഞത് അള്ളാഹുവിൽ നിന്നാണ്, അല്ലെങ്കിൽ ആഖിറത്തിലുള്ള കാര്യമാണെന്നൊന്നും അറിയില്ല. ഇനി വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുദ്ദിൻ മിനസ് സമാ, ഈ ആയത്താണ് 28-ാമത്തെ ആയത്ത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.